പ്രിയ സ്നേഹിതരെ, ഈ വീഡിയോ നമ്മൾ 2 മാസം മുമ്പ് ഒരു 30 സെക്കൻഡുള്ള ഒരു ഷോർട്ടായിട്ട് പോസ്റ്റ് ചെയ്തതാണ്. അന്നൊരു 8-9 ലക്ഷം ആൾക്കാർ കാണുകയും കുറേ ലൈക്ക് അടിക്കുകയും കമൻറ്റും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ വീഡിയോ കാണിക്കണം എന്നുള്ള ഒരു താല്പര്യം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ആളെ കണ്ടെത്തിയതിന് ശേഷമാണ് അത് പോസ്റ്റ് ചെയ്യാമെന്നുള്ളൊരു കാര്യത്തിൽ ഇങ്ങനെ കാത്തിരിക്കുന്നത്. എന്തിനാണ് അദ്ദേഹത്തെ കണ്ടുമുട്ടി സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പോസ്റ്റ് ചെയ്തോളി, മുഖം കാണിച്ചോളി എന്ന് പറഞ്ഞു. ആദ്യം നമ്മളത് മുഖം കാണിക്കാതെ ചെയ്യില്ല, ഇവിടെ പറയാതെ. ഈ വീഡിയോ കംപ്ലീറ്റ് കാണിക്കുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം തന്നെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന നിഷ്കളങ്കരായ മനുഷ്യന്മാർ വളരെ ചുരുക്കവും നമ്മുടെ നാട്ടിൽ, ഏത് നാട്ടിൽ നോക്കിയാണെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെ പ്രവർത്തികൾ അത് സമൂഹത്തിൽ അറിയപ്പെടുന്ന കാഴ്ചപ്പാടുള്ള ഒരാളാണ്. കാരണം അത് അറിയപ്പെട്ടാലേ മറ്റുള്ളവർക്ക് ഇത്തരം സ്പിരിറ്റുകൾ ഉണ്ടായിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ ഘട്ടങ്ങൾ വരുമ്പോൾ അത് തരണം ചെയ്ത് പോകാനുള്ളൊരു മനസ്സും ധൈര്യം ഉണ്ടാവാനുള്ള ഒരു വീഡിയോ കൂടിയായിട്ട് എനിക്ക് തോന്നിയുകൊണ്ടാണ് ഇത് ഇവിടെ പോസ്റ്റ് ചെയ്യാൻ പ്രധാന കാരണം. പിന്നെ ഈ വീഡിയോ ഷോർട്ടായി പോസ്റ്റ് ചെയ്ത സമയത്ത് കറണ്ട് പിടിച്ചതിന് വെള്ളം കൊടുക്കാൻ പാടില്ല, അങ്ങനെ പല രൂപത്തിലുള്ള മൈനസായ കമൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. മൈനസായ കമൻറ്റ് കറണ്ട് പിടിച്ച വെള്ളം കൊടുക്കാൻ പാടില്ല എന്ന് മൈനസായ കമൻറ്റ് ആവില്ല, അത് പ്ലസ്സായ കമൻറ്റ് തന്നെയാവും. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ആ സമയങ്ങളിൽ അവിടെ കൂടി നിൽക്കോ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് യാതൊരു അറിവില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. എങ്ങനെയെങ്കിലും അണ്ണാറക്കണ്ണൻ്റെ ശരീരത്തിൽ ഒരിക്കലും ജീവനെ തുടിപ്പ് എങ്ങനെയെങ്കിലും പുറത്തെടുക്കുക എന്നുള്ള ചിന്താഗതി മാത്രമുള്ള ഒരു മനസ്ഥിതിയുള്ള ഒരാളാണ് ഗഫൂർ ഖാൻ എന്നുള്ളത് നമുക്ക് ഈ വീഡിയോ കൂടെ ഒക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഇത്തരം മനസ്ഥിതിയുള്ള സഹജീവി സ്നേഹമുള്ള ആൾക്കാർ സമൂഹത്തിൽ വളരെ ചുരുക്കവും. അത്തരം ആൾക്കാരെ ആ പ്രവർത്തികൾ എന്തായാലും സമൂഹം അറിയണം, അതിനെ അവരെ നാലാളെ അറിയിക്കണം എന്നുള്ള കാഴ്ചപ്പാടും കൂടി എനിക്കുണ്ടാകുന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് കൂടുതൽ സംസാരിച്ചതിന് ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാനായിക്കൂടെ അങ്ങനെയാണ് ചെയ്തോളൂ, സമൂഹത്തിന് ഉപകാരം കിട്ടുന്ന ഒരു വീഡിയോ ആണെന്ന് അദ്ദേഹത്തോട് ഞാൻ തീർത്ത് പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചത്, ഫോൺ കാണിക്കാൻ സമ്മതിച്ചത്. കാരണം അദ്ദേഹത്തിന് അങ്ങനെ ഒരു വ്യക്തിപ്രഭാവത്തിൽ താല്പര്യം കാണിക്കാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗമായപ്പോഴേക്കും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും കാഴ്ചക്കാരായി നിൽക്കുന്ന നമുക്കും എല്ലാവർക്കും തന്നെ അതിമനോഹരമായ കാഴ്ചകൾ സമ്മാനിച്ച അണ്ണാറക്കണ്ണൻ അദ്ദേഹം വൈകുന്നേരമായപ്പോഴേക്കും അധികാരികളെ ഏൽപ്പിക്കുകയും ഇത്തരം പ്രവർത്തി ഗഫൂർ ഖാനെ എല്ലാവരും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക, കൂട്ടത്തിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക.